ഇത് ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെ കാന്താരി മുളകില്ലേ, കാന്താരി മുളകിൻ്റെ ഇല കൊണ്ടുള്ള തോരനാണ്. ഒരു കാന്താരി മുളക് നിൽക്കുന്നുണ്ട്, ഒരു കാന്താരി മുളക് നിൽക്കുന്നുണ്ട്. ഈ കാന്താരി മുളകിൻ്റെ ഇല കൊണ്ടുള്ള തോരനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. പക്ഷേ ഈ കാന്താരി മുളക്, പാൽമുളക് അങ്ങനെയൊക്കെ പറയുമല്ലോ, വെള്ളമുളക്, വയലറ്റ് മുളകൊക്കെ ഉണ്ടല്ലോ, ആ ഇല കൊണ്ടെല്ലാം നമുക്ക് തോരൻ ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ കറിക്കിടുന്ന മുളക് നമ്മൾ തൈ വെച്ചൊക്കെ വീട്ടുകൾ വയ്ക്കുമല്ലോ. പക്ഷേ ആ മുളകിൻ്റെ ഇല വെച്ച് നമുക്ക് കറി വയ്ക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അതിനൊരു കയർപ്പാണ് ആ ഇലയ്ക്ക്. പക്ഷേ കാന്താരി മുളകിൻ്റെ ഇല കൊണ്ട് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും പറഞ്ഞാൽ മാത്രമേ അത് കാന്താരി മുളകിൻ്റെ ഇല കൊണ്ടുള്ള തോരനാണെന്ന് അറിയത്തുള്ളൂ. നമ്മൾ പറയണം ആ മുളക് നിൽക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ, അത് കാണിക്കാൻ വേണ്ടി ഒരു മുളകിന് നിർത്തിയേക്കുന്നത്. അതിന് എന്തൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ കാന്താരി മുളകിൻ്റെ ഇല അരിഞ്ഞത്, ഒരു സവാള, പച്ചമുളക്, തേങ്ങ, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി ചതച്ചത്, മുളക്, മഞ്ഞൾ, വറ്റൽമുളക്, കടുവറുക്കാൻ, പിന്നെ കടുകും ചെറുപയറിൻ്റെ പയറും. ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത്. നമുക്ക് സ്റ്റവ് കത്തിച്ചു നമുക്ക് കടുകിടാം, എണ്ണ ഇളക്കി കടുകിട്ടു. തീ കുറച്ചിരുന്നാലേ പൊട്ടിത്തെറിക്കും. കടുകിട്ടു, എൻ്റെ കൂടെ പരിപ്പിട്ടു. ഇതൊക്കെ പെട്ടെന്ന്, ഈ ചെറുപയറിൻ്റെ പരിപ്പായതിൻ്റെ പെട്ടെന്ന്. തീ കുറച്ച് വയ്ക്കണം കേട്ടോ. സവാള ഇടണം. സവാളയും പച്ചമുളകും ഇടണം. സവാളയും പച്ചമുളകും ഇട്ടു, ഇളക്കി ഇത്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം. ചെറുതായിട്ട് വാടിയാൽ മതി. അധികം വാടിയ ഇതൊരു ടേസ്റ്റ് കാണത്തില്ല. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഇല ഇടണം. അല്ല, സിമ്മിൽ വെച്ചേക്കണം, പെട്ടെന്ന് അതാവും കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് ചെയ്യാവും. സിമ്മിൽ വെച്ചേക്കാവും. എല്ലാവരും ചെയ്ത് നോക്കണം. കാന്താരി മുളകിൻ്റെ ഇലയാണ് കേട്ടോ. ഇനി ഉപ്പിടാം. ഇപ്പം നമ്മൾ പരുവത്തിന് അറിയാമല്ലോ ആർക്കൊക്കെ ഇങ്ങനെ ഉപ്പ് വേണമെന്ന്. അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ആർക്കും പറഞ്ഞു തരേണ്ട. ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് എത്ര വേണമെന്ന് എല്ലാവർക്കും അറിയാണ്ട്. ഇത്തിരി ഒന്ന് വേണം. അടച്ച് വയ്ക്കണ്ട. അടച്ച് വെച്ചാൽ വെള്ളം ഇറങ്ങും. പെട്ടെന്ന് ഇത് ശരിയാവുന്നത് കൊണ്ട് അടച്ച് വെച്ചുകൂടാ. പെട്ടെന്ന് ആയി കിട്ടും. ഇനി നമ്മൾ ആ തേങ്ങയും മുളകും എല്ലാം ഇല്ല, അത് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് അടച്ച് വെച്ചിരുന്ന നിമിഷ നേരം കൊണ്ട് കാന്താരി മുളകിൻ്റെ ഇല തോരൻ റെഡിയാവും. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്തിട്ടില്ലാത്തവർ. ഇഷ്ടംപോലെ കാന്താരി മുളക് എല്ലായിടവും കാണുമല്ലോ. കാന്താരി മുളക് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല ഇഷ്ടംപോലെ ഉണ്ട്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഇലയാണ് കാന്താരിയുടെ ഇല. ഇനി നമുക്ക്
ചതച്ച് വെച്ച് ഇതും കൂടെ ചതച്ച തേങ്ങയും കൂടെ ഇട്ട് ഈ ഇല അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ മൂടി കൊടുക്കണം. മൂടി കൊടുത്തിട്ട് ചെറുതായിട്ടിങ്ങനെ ആവി പോകുന്നിടം വരെ ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കണം. അടച്ചു വയ്ക്കരുത്. അടച്ചു വെച്ചാൽ അത് പെട്ടെന്നങ്ങ് വെള്ളം ഇറങ്ങി ചീത്തയായിപ്പോൾ നല്ല പൊരിയൽ പോലെ കിട്ടത്തില്ല. കണ്ടോ, നല്ല സൂപ്പർ തോരന. ചോറുണ്ണാനൊക്കെ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്കൊരു ഇലത്തോരൻ വയ്ക്കണം. നമ്മൾ പറമ്പിലോട്ട് ഓടിച്ചെന്ന് കുറച്ച് കാന്താരി ഇല വെച്ച് കൊണ്ടുവന്ന് പെട്ടെന്നൊരു തോരനാക്കാം. എല്ലാം ശരിയായി. ഈ തേങ്ങ ഒന്ന് ഒന്നര വരെയുള്ള പരിപാടിയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം. കാന്താരി മുളകിൻ്റെ ഇല വിച്ചിക പോലെ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പക്ഷേ പ്രത്യേകം വെച്ചാൽ കുറച്ച് നമ്മൾ എപ്പോഴും തേങ്ങ കുറച്ചാണ് തുറന്നെടുക്കുന്നെങ്കിൽ ഈ കാന്താരി മുളകിൻ്റെ ഇലയ്ക്ക് കുറച്ച് കൂടുതൽ തേങ്ങയും സവാളയും കുറച്ച് കൂടുതൽ വേണം. ഇത് ഓഫാക്കി വെച്ചിട്ട് മാത്രമേ അടച്ചു വയ്ക്കാവൂ. സ്റ്റവ് ഓഫാക്കിയിട്ട് വേണം ഈ തോരൻ അടച്ചു വയ്ക്കാവൂ, അല്ലെങ്കിൽ ചീത്തയായ ഒരു ടേസ്റ്റ് കാണത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ അടച്ചു വെച്ചാൽ ഈ തോരൻ വയ്ക്കുമ്പോൾ അതുപോലെ സിമ്മിൽ തന്നെ ഇട്ട് വയ്ക്കുകയും ചെയ്തേക്കണം. സിമ്മിൽ ഇട്ട് വെച്ചാലേ ഇത് നല്ല ടേസ്റ്റായി കിട്ടത്തുള്ളൂ. ഭയങ്കരമായിട്ട് ഒന്ന് മുരിഞ്ഞു പോകരുത്. ഇലയൊക്കെ ഇപ്പം കറക്റ്റായിട്ട് ഓഫാക്കി സ്റ്റവ് ഓഫാക്കി തട്ടിപ്പൊട്ടി വെച്ചേക്കുക. ഒന്നും ചെയ്യണ്ട. ഇനി അടച്ചിന് ചോറുണ്ണാൻ നേരത്ത് മാത്രം എടുത്താൽ മതി. അത് അതേ കണക്ക് തന്നെ എടുക്കുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം. കാന്താരി മുളക് തോരൻ, കാന്താരി മുളകിൻ്റെ ഇലയുടെ തോരനാണ് കേട്ടോ. കാന്താരി ഇലയുടെ തോരൻ. അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോസ് കാണാം. എല്ലാവർക്കും താങ്ക് യു.